എത്ര മനോഹരമായ ഫ്രെയിമുകളാണ് കണ്ടോണ്ടിരുന്നല്ലേ. നല്ല രസം. അതോടുകൂടി തന്നെ വെക്കേഷന് വേണ്ടി ക്യാമ്പറുമായിട്ട് ഇറങ്ങിയേക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര ഒരു വൈബാട്ടോ. നിങ്ങൾ കുളിക്കണമെന്നാണോ പറഞ്ഞത്? ഇല്ല, കുളിക്കുന്നില്ല. ഓക്കെ. സർ സാർ റെഡി സാർ. വലിയ കാര്യമായിട്ട് കൃഷി നടക്കുന്ന ഏരിയ ആയിരുന്നല്ലോ ഇത്. എന്നാന്ന് വല്ല ഐഡിയ ഉണ്ടോ ഭയ? രണ്ട് പോയി ഓടിക്കാൻ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒരു ചെറിയ ഒരു ലാഗ് പോലെ തോന്നുന്നില്ലേ? ലൈക്ക് നമ്മുടെ ലോഡിന്റെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല? ശ്രദ്ധിച്ചാണ് ഒരു സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി കുറയുന്ന പോലെ തോന്നുന്നു. അതാണോ ഉദ്ദേശിച്ചത്? അതായത് നമ്മുടെ ലോഡിന് വെയിറ്റ് കയറി കഴിയുമ്പോണല്ലോ, ഈ ഫിഫ്ത്ത് വീലിലും ബാക്കിലും വെയിറ്റ് കയറിയിട്ട് ഈ ഫ്രണ്ടിലത്തെ സ്റ്റിയർ ട്രാക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടാതെ ഒരു ഇച്ചിരി പൊങ്ങി നിൽക്കും. അതായത് ഫിഫ്ത്ത് വീലെ വെയിറ്റ് വരുമ്പോഴേ ഡ്രൈവിന്റെ ആ ആക്സിലില്ലേ, അവിടെ വെയിറ്റ് കയറി കഴിയുമ്പോൾ നാച്ചുറലി ഫ്രണ്ടിന്റെ ട്രാക്ഷൻ കുറയുന്ന പോലെ നമുക്ക് തോന്നും. അല്ല, യൂഷ്വലി അവിടെ തന്നെ അല്ലേ വെയിറ്റ് വരുന്നേ? അല്ല, ഹെവി ലോഡ് വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ വെയിറ്റ് അവിടെ വരുമല്ലോ. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയാ ഞാൻ പറഞ്ഞ സാധാരണ അങ്ങനെ വെയിറ്റ് വരുമ്പോ നമുക്കത് എനിക്ക് ആ തിയറി മനസ്സിലായില്ല. സാറെല്ലാം വലിയ ബാധിക്കണം, സാറിനോടും ബാധിച്ചേക്കാം. എനിക്ക് ആ തിയറി അങ്ങ് മനസ്സിലായില്ല. അതായത് ഇതിപ്പോ നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിന് 2 ആക്സിലല്ലേ ഉള്ളത്, സ്റ്റിയറും ഡ്രൈവും. ഫിഫ്ത്ത് വീലെ വെയിറ്റ് കയറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ കുറച്ച് തള്ളും, ഫ്രണ്ടിലെ വെയിറ്റ് കുറവായിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നേ, ഞാൻ വേറെ ഒന്നല്ല ചോദിക്കുന്നേ. യൂഷ്വലി ബ്രോ നമ്മള് സാധനങ്ങൾ കയറ്റുമ്പോ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നേ? ഇത് പുറകെ വരെ വെയിറ്റും ഉണ്ട് ഈ സാധനത്തിന്. അപ്പം വെയിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് ശരിയാ. അത് ഫ്രണ്ടിലത്തെ ട്രാക്ഷൻ നോർമല്, അത് നമ്മൾ നോർമൽ ഓടിക്കുന്നത്. നമ്മളിപ്പോ സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ സ്റ്റിയറിംഗിന്റെ ഒരു ഇത് കുറഞ്ഞ മതി ചോദിച്ചത്. നമുക്ക് ആ ഫിഫ്ത്ത് വീലിലെ വെയിറ്റ് കൂടുതൽ വരുമ്പോ നാച്ചുറലി ഫ്രണ്ടിലത്തെ സ്റ്റിയർ, അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറഞ്ഞെന്ന് വിചാരിച്ചത്. അത് ശരിയാട്ടോ. അല്ല, സീരിയസ്ലി കാരണം അതാണ് തിയറി. അതാണ് മനസ്സിലായി. ഓടിക്കാൻ ഒരു സുഖമില്ല. അത് തന്നെ. പ്രത്യേകിച്ച് വിന്ററിലൊക്കെയാണ് നമുക്ക് 8-ന്റെ പണി കിട്ടും. നമ്മള് വളയ്ക്കുന്ന നമ്മൾ ഓൾറെഡി റോഡ് സ്ലിപ്പറി ആയതുകൊണ്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാണ്. എനിക്കെന്നെ അറിയില്ല, ഈ ട്രിപ്പിന് വയറിന് എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്. പൊറോട്ടയുടെ ആണോ? നിങ്ങളും കൂടെ പൊറോട്ട കഴിച്ചു നോക്കണേ, പറയാലോ, നമുക്ക് കൺഫേം ചെയ്യാനാ ഭായി. നിങ്ങൾ എന്താണ് ഒരു സ്നേഹമില്ലാതെ? നമുക്കറിയാലോ.
ചുമ്മാ പൊറോട്ട കുറ്റം പറയണ്ടല്ലോ നീ. വലിയ സോളാർ പാടങ്ങളാട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്നത്. സോളാർ ഇഡ്ഡലി മട്ടൻ കറി ഇത് തമിഴ്നാട് സ്പെഷ്യാലിറ്റി ആണെന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ഇഡ്ഡലി ഉണ്ടല്ലോ കൂടുതൽ. അപ്പം തമിഴ്നാട്ടിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ കുറച്ച് പേരാണ് ക്രിസ്ത്യാനികളുള്ളത്. അപ്പൊ സാധാരണ സാമ്പാറും ഇഡ്ഡലിയാണല്ലോ. അപ്പൊ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു സ്പെഷ്യാലിറ്റി ആണ് എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമ്പോ മട്ടനും ഇഡ്ഡലിയും. പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ അർജുന്റെ ഒരു കൂട്ടുകാരുണ്ട് ടോണി എന്ന് പറഞ്ഞോണ്ടേ. അപ്പൊ പുള്ളി ഈ പറഞ്ഞ പോലെ മലയാളിയാണെങ്കിലും അവര് തമിഴ്നാട് സെറ്റിൽഡാ. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ചാണ് താമസിച്ചോണ്ടിരുന്നത്. ടോണി ഞങ്ങൾ അറിയാൻ വഴിയില്ല. ടോണി ട്രക്ക് ഡ്രൈവർ അല്ലേ? അല്ലേ? ട്രക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ട്രക്ക് ലൈസൻസ് ഇല്ല, ബസ് ലൈസൻസ് അറിയില്ല. അപ്പം അങ്ങനെ പുള്ളിയുടെ കെയർ ഓഫ് ഇടയ്ക്ക് അവരെ ഉണ്ടാക്കി ഒരു ദിവസം ഞാൻ അർജുൻ പറഞ്ഞിട്ടുണ്ട് മട്ടൻ വെച്ച് ട്രൈ ചെയ്യണം, അടിപൊളിയാന്ന് പറഞ്ഞാൽ നമ്മള് കഴിച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു. മട്ടൻ കറി എന്നാത്തിന്റെ കൂടെ കൂട്ടിയാലും അടിപൊളിയല്ലേ? നിങ്ങളുടെ ഫേവറേറ്റ് മീറ്റ് ഏതാ? പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, പൃഥ്വിരാജൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫിലിം ഏതാ? അത് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലേ, ഞാനത് ഇതുവരെ കഴിച്ചിട്ടില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ടു. അമ്മേ ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ. അമ്മേ അയ്യേ എന്തൊരുപാട്. അതൊക്കെ എന്നെ നാച്ചുറൽ അല്ലേ? അല്ല അവരുടെ കോമഡിക്ക് വൃത്തികേടും ഇല്ല, ഒന്നുമില്ല. കാരക്കൂട്ടിൽ ദാസൻ. എനിക്ക് മട്ടൻ തന്നെ ആയിരിക്കും കേട്ടോ നന്നായിട്ട് കറി വെച്ചാല്. ഞങ്ങള് വല്ലപ്പോഴും മട്ടൻ മേടിക്കാറുള്ളൂ. നിങ്ങൾക്കോ? ഞങ്ങളും ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും മട്ടൻ മേടിക്കാറുള്ളൂ. പക്ഷെ മട്ടന്റെ ആ ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോഫി എടുക്കാന്ന് വെച്ചാൽ ചായ ഗ്ലാസ് കൊണ്ട് പോയതാ, നാരി കളഞ്ഞോ? ഞാനിപ്പോ വേസ്റ്റ് കിടപ്പുണ്ട്. ഓ, നിങ്ങൾ അവിടെ വെച്ചിട്ട് മുള്ളാൻ പോയി കാണാം. ഒരുകിണി കയറിയപ്പോളേ ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് ആ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങ് പോയല്ലേ. അപ്പൊ ഒറിഗണല്ലേ? അല്ല നമ്മള് ഒറിഗണി കയറിയപ്പോ പറയാൻ പറ്റില്ല ബ്രോ. അല്ല ഒറിഗണിന്റെ ആ ഒരു നമ്മുടെ ആ ഒരു ഏരിയ കഴിഞ്ഞപ്പോഴേ ആ ഒരു അന്ത പുഴ എവിടെ പോയി? പുഴയൊക്കെ തീർന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അങ്ങ് മാറിപ്പോയെന്നാണോ പുഴ. മൊത്തത്തിൽ ആ സൗന്ദര്യത്തിനൊരു കുറവ് സംഭവിച്ചു. ശരിയാ. ഈ വാലിയിൽ ഞാൻ ശരിക്കും അങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ലേ. ഉൾഭാഗത്തേക്ക് പോകണം കേട്ടോ. ഈ സൺഫ്ലവർ നമ്മുടെ ഒരു 10 കിലോമീറ്റർ അപ്പുറം കണ്ട സൺഫ്ലവർ ഫാം ഉണ്ട്. സൺഫ്ലവർ പിന്നെ ഈ പശു അങ്ങനെയുള്ള സംഭവങ്ങളെ കാണാനൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ആ സാധനം അൽപ്പാമയോ അതിന് വേണ്ട അൽപ്പാമ, ആ സാധനം. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ പോയാലേ എംവിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു സൂ ഒക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത സൂവാ എംവിൽ സൂ എന്ന് പറഞ്ഞ. $104 ലിറ്റർ കാണിക്കുന്നത് 100 കിലോമീറ്റർ. ഇതാ കാണിക്കുന്നത് ഒന്നല്ലേ? എന്നാ 104 ലിറ്ററേ 100 കിലോമീറ്റർ കാണിക്കുന്നതെന്ന്. ഓ 104 ലിറ്റർ മൈലേജ് അല്ലേ? മൈലേജ് എന്ന് പറഞ്ഞാൽ നിസാര കയറ്റം വല്ലതും ആണോ? നല്ല കയറ്റല്ലേ? നല്ല ലോഡും എത്ര നേരം ഇരുന്ന് ചവിട്ടി പിടിച്ചേക്കുമല്ലേ? അതെ അതെ അതെ.
പക്ഷെ കാഴ്ചകള് കിട്ടില്ല, കാഴ്ചകളാട്ടോ. സൂപ്പർ കാഴ്ച കേട്ടോ. ഇന്നാളൊന്നും വന്നപ്പോ ഞാനൊന്നും കണ്ടത് രാത്രി ആയിരിക്കും വരുന്ന മിക്കവാറും. ഇരുട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇവിടെ പച്ചപ്പല്ലായിരുന്നല്ലോ പോയി. ഇപ്പൊ ഈ മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ടാ, നല്ല സീനറി, പുല്ലെല്ലാം പച്ചച്ചിട്ട്. വയനാട് ചേർത്ത് വന്നാൽ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ കയറാതെ അവിടെ ഇങ്ങനെ അടുത്ത വണ്ടി ഇങ്ങനെ വളഞ്ഞു വരുന്നോ കാണാവേ. ആ ഒരു സെറ്റപ്പ് എനിക്ക് നല്ല രസമാണ്. നൊസ്റ്റാൾജി അടിച്ചല്ലേ? നൊസ്റ്റു അടിച്ചു, നൊസ്റ്റു. എത്ര മനോഹരമായ ഫ്രെയിമുകളാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മല കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ അവിടെ നിർത്തി കാണിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വേണ്ട ഇപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തിയത് കേട്ടോ. ഇനി നിങ്ങളെ വേണ്ട ക്യാമറ കട്ട് ചെയ്യാണ്ട് കാണിക്കാൻ പോകുന്ന ഫ്രെയിം നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് എടാ എന്നാ കിഡില്ല ഫ്രെയിമാണ് നോക്കിക്കേ, സൂപ്പർ ഫ്രെയിമല്ലേ. അതായത് ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ, ഇപ്പം നമ്മൾ സ്റ്റിൽ ഒറിഗണിലാണുള്ളത് കേട്ടോ. എത്രമാത്രം ഫെർട്ടൈലാണ് ലാൻഡ് നോക്കിക്കേ, നല്ല ഇഷ്ടംപോലെ കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചുര, നമ്മുടെ നാട്ടിലെ പോലെ ഹെയർ പിൻ പോലെ അത്രയും അടുത്തടുത്തല്ല, പക്ഷേ ഇങ്ങനെ വൈൻഡിങ് ആയിട്ടുള്ള അതേണ്ട അങ്ങ് അകലെ കാണുന്ന അവിടെ നിന്ന് കണ്ടോ, അങ്ങ് അതിൻ്റെയൊക്കെ അപ്പുറത്തുനിന്ന് നമ്മളിങ്ങനെ വളഞ്ഞും പൊളഞ്ഞും വണ്ടികൾ കയറി പോകുന്നതായി കാണുന്നത്. കേട്ടോ എങ്ങനെയുണ്ട് കാഴ്ചകൾ? ഞാനിച്ചിരി ഉള്ളിലേക്ക് കയറി പോന്നു കേട്ടോ. കാരണം മുന്നിലേക്ക് നടക്കും തോറും ഉണ്ടല്ലോ ഈ ചെടികളുടെയും പൂക്കളുടെയും എല്ലാം ഭംഗി കൂടുകയും അതോടൊപ്പം തന്നെ പല വെറൈറ്റിപ്പെട്ട പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രെയിംസ് അങ്ങ് റിച്ച് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സാധാരണ ഇതിൽ പൂക്കളും കായകളും ഒന്നും കൊണ്ടുവരാറില്ലല്ലോ. അതോടൊപ്പം തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്ന ട്രാവലേഴ്സിനുണ്ടല്ലോ നല്ല സൗകര്യമായിട്ട് കാറ് പാർക്ക് ചെയ്യാനും അതിനൊക്കെയുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തണലത്ത് നിന്ന് ഈ വെയിലൊക്കെ കൊള്ളാതെ നിന്ന് ഈ വ്യൂ എല്ലാം എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത്. കാഴ്ചകളൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലായിരുന്നോ? എന്നാൽ പിന്നെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വിട്ടു പോയേക്കാം. ജോമറ്റ് പോയാൽ ബോറടിച്ചു തോന്നും. ഇങ്ങോട്ട് പോരാ. പുഴ ഉണ്ടോ പോയി? നാട്ടിലെ പുഴ പോലെ ഇല്ലേ? നാട്ടിലെ പുഴ എന്ന് പറയാൻ പറ്റില്ല, എന്ന് പറഞ്ഞാ മറ്റേ നല്ലൊരു അരുവി, വലിപ്പമുള്ളൊരു അരുവി അല്ലേ? ഞങ്ങള് പണ്ട് കാലിഫോർണിയെന്ന് തിരിച്ചു വരുമ്പോളേ ഞാൻ അറിഞ്ഞപ്പോ ഈ പുഴ ഇറങ്ങി കുളിക്കായിരുന്നു. ഡയറക്റ്റ് കുളിക്കാൻ പറ്റുമോ ഈ വെള്ളത്തില്? പിന്നെ ലവണങ്ങൾ കൂടുതലാണെന്ന് പറയുന്നത്. ലവണങ്ങൾ കൂടുതലാണ്.
ലവണം കൂടുതലാണ് നമുക്കിപ്പോ തന്നെ. ലവണം കൂടുതലാണ് എന്നാ സംഭവിക്കണേ? നമ്മുടെ ശരീരത്തിൽ സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണോ? മുടി പൊഴിച്ചില് സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇവര് കുറച്ച് ഡിറ്റോക്സ് ഒക്കെ ചെയ്തിട്ടില്ല നമുക്ക് വെള്ളം തരുന്നത്. എന്തോ ക്ലോറിനോ എന്തൊക്കെ ഇട്ടിട്ടല്ലേ നമുക്ക് സിറ്റി വാട്ടർ തരുന്നത്. ഇവിടുത്തെ വെള്ളത്തിൽ ലവണങ്ങൾ കൂടുതൽ, അതുകൊണ്ടാണ് പൊതുവായിട്ട് ആരും കുളിക്കാനില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓർക്കും ഈ ബീച്ചിൽ ചാടുന്നു അല്ലേ? പിന്നെ വലിയ കഥ ഉണ്ടാവില്ല. അങ്ങനെ നോക്കിട്ട് ഞങ്ങളൊരു മറ്റേ ആ ഒരു സമയത്ത് ഓരോ ഭ്രാന്തായിരുന്നല്ലോ. നമ്മള് ട്രിപ്പ് പോകുമ്പോ എപ്പോഴും കയ്യിൽ ഓരോ തോർത്തും കൂടെ കരുതിയത്. സ്ഥിരം ചാടുമായിരുന്നോ? സ്ഥിരം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നമ്മൾ ഈ ഉച്ച സമയത്താണ് തിരിച്ചു വരുന്നതെങ്കിൽ. അതെവിടെയത്? വയോമിംഗ് ഏരിയ? വയോമിംഗ് അല്ല, ട്രക്കി ഇറങ്ങൂലേ? ട്രക്കി ഇറങ്ങുമ്പോ അതിന്റെ സൈഡിൽ കൂടെ അരുവി ഒഴുകുന്നില്ലേ? അപ്പൊ ട്രക്ക് അവിടെ നിർത്തും. അവിടെ പാർക്കിംഗ് ഉണ്ട്. ഞങ്ങളിങ്ങനെ 2-3 ട്രിപ്പുകളി. വേറെ ആരോട് കുളിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെയോ? ഞങ്ങള് തന്നെ. നേരെ ട്രക്ക് നിർത്തി നമ്മളതിന്റെ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കിട്ടില്ല, ഭയങ്കര രസാ. ഇച്ചിരി തണുപ്പുണ്ട്, പക്ഷെ അതാ ഞാൻ പറഞ്ഞു എപ്പോഴും വെള്ളത്തിന് തണുപ്പായിരിക്കും. ഒരു ചെറിയ തണുപ്പുണ്ടായാലും ഒരൊറ്റ മുങ്ങിയാ പിന്നെ ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്ന തണുത്ത വെള്ളത്തിൽ കുളിച്ചാലും നമ്മള് കുറച്ച് കൂടുതൽ എനർജറ്റിക് ആവുള്ളതാ? ഇപ്പം നമ്മള് ഹോട്ട് ഷവേഴ്സിനേക്കാളും ലോങ് ലാസ്റ്റിംഗ് എനർജി തരുന്നത് കോൾഡ് ഷവേഴ്സ് ആണെന്ന് പറയപ്പെടുന്നത്. എന്തോ ഒരു പ്രത്യേക ഹോർമോൺ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് റിലീസ് ചെയ്യാൻ ഈ അത് ശരിയായിരിക്കേ. നമ്മളെ വീട്ടില് സാധാരണ വെള്ളത്തിൽ കുളിക്കുമ്പേ നമുക്ക് ഇവിടുന്ന് കുളിക്കുന്നേക്കാൾ ഉന്മേഷം കൂടുതൽ തോന്നാറില്ലേ? നാട്ടിലെ അത് ഈ ഹോട്ട് ഷവർ പെട്ടെന്ന് നമ്മളൊന്ന് റിഫ്രഷിങ് ആക്കുമെങ്കിൽ അതുപോലെ തന്നെ നമ്മള് വീണ്ടും ടയർഡ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. കോൾഡ് ഷവർ ആണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫ്രഷ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്ട് വായിച്ചു. അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സുഖം തോന്നും. എന്തായാലും ഈ ഒരു യാത്ര കിടിലൻ യാത്രയായിരുന്നല്ലേ? ഇങ്ങോട്ട് വരുമ്പോ അത്ര ഫീൽ ചെയ്തില്ലേലും ഇങ്ങോട്ട് വന്നപ്പോ അത്ര ഫീൽ ചെയ്തില്ലേലും ഇന്നലെ രാത്രിയിലത്തെ ആ ഒരു ലേവറും അവിടെ മുതൽ ഇങ്ങോട്ട് ഫുള്ള് കളർഫുൾ ആയിരുന്നു. സോ ഫാർ സോ ഗുഡ്. ഇതങ്ങ് മടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വീടെത്തും. പ്രകൃതി ഭംഗിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എത്ര നേരം എടുത്താലും അതേ ഉള്ളൂ. അതിന് മാത്രം വിഷ്വൽ അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ യൂത്ത് തൊട്ട് വയോമിംഗ് തീർന്ന ആ ഇവാൻസ്റ്റൺ ഏരിയന്ന് ഇങ്ങേറ്റം വാഷിങ്ടൺ സിയാറ്റിൽ അപ്പുറം വരെ എന്തൊക്കെ നോക്കി. ആ സാൽമണ് തിരിച്ചു പോകാൻ വേണ്ടിട്ടായിരിക്കും അവരങ്ങനെ തട്ടുതട്ടായിട്ട് ഇട്ടേക്കുന്നത്, സ്റ്റെപ്പ് പോലെ അല്ലെ? അതിലൂടെ കേറുവോ? വലിയ കയറ്റം കയറി ഡാമിന്റെ മുകളിൽ കൂടെ ഒക്കെ കയറി പോകുന്നല്ലേ പറഞ്ഞേ? അതിനായിരിക്കണം ആ തട്ടുതട്ടായിട്ട് ഇട്ടേക്കണത്. ഇനി വാല തല്ലി കയറി പോകുമല്ലോ. പണ്ട് ഞാൻ മിനിസോട്ട പോയ സമയത്ത് അവിടെ ഇതുപോലെ ഒരു നല്ല കാലാവസ്ഥ സമയമായിരുന്നു. ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട്. മിനിസോട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഷിംഗ്ടൺ ട്രിപ്പ് പോയതാ? അല്ല, വാഷിംഗ്ടൺ ട്രിപ്പ് അല്ല, മിനിസോട്ടയിലേക്ക് ഒരു ഡെലിവറി സിംഗിൾ പോയായിരുന്നു പണ്ടേ. ആ സമയത്ത് മനസ്സിന് കുളിർമയാകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ. അല്ല, മിനിസോട്ട അല്ല കേട്ടോ, വിസ്കോൺസിൻ. മറ്റേ 90 പിടിച്ചു പോകുന്നത് ചിക്കാഗോ. അയോവ ചിക്കാഗോ ഏരിയ. ആ ഭാഗത്ത് വിസ്കോൺസിൽ ഒരു പമ്പുണ്ട്. അവിടെയാണ് ഏറ്റവും വില കുറവ്. ആ റൂട്ടിൽ പോകുമ്പോ അത് കഴിഞ്ഞാൽ പമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല് 1994 തിരിയും. ഒന്ന് നമ്മള് മൊണ്ടാന റൂട്ട്, മറ്റേതാ സൗത്ത് ഡക്കോട്ട അപ്പുറം വഴിക്ക് പോകുന്നത്. മലമുകളിലൊന്നും മഞ്ഞ് മെൽറ്റ് ആയിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ ഓർത്തത് മലമുകളിലൊക്കെ ഇപ്പോഴും മഞ്ഞുണ്ട് കേട്ടോ. കാനിയോൺസ്. ലോഗോ പൈലറ്റ് മേടിച്ചു പോയോ?
പറഞ്ഞു തീർന്നില്ല അമേരിക്കയുടെ സൗന്ദര്യം. എന്താ നോക്കിയേ അല്ലേ, നല്ല പച്ചപ്പൊക്കെ ഉള്ള കിഡിലെ മൗണ്ടന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നാടാ പിടിച്ചാടാ മാനേന്ന് പറഞ്ഞോണ്ട് ഒരു ട്രെയിനും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഫാമിന്റെ ഓണറേ, ഇത് ആ കാണുന്ന ചെറിയ റോഡ് പോലത്തെ സെറ്റപ്പ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു അത് ഈ ഫാമിന്റെ അല്ല റാഞ്ചിന്റെ ഓണർ പുള്ളിയുടെ പശുക്കളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വല്ല ഓഫ് റോഡ് സാധനം പൊക്കോണ്ടിരിക്കുന്ന അല്ല അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോഡായിരിക്കും കേട്ടോ. പശുക്കളൊക്കെ ഉണ്ട് അവിടെ. അന്ത വഴികൾ കൊഞ്ചം ഡേഞ്ചറസ്. ആലോചിച്ച് നോക്കിയ എന്നാ രസമല്ലേ റാഞ്ച് നോക്കാൻ. റാഞ്ചുകാരൻ അതുവഴി ഒരു ജീപ്പൊക്കെ ഓടിച്ച് 4x4 സാധനം ഓടിച്ചുകൊണ്ട് പോകണമൊക്കെ ആലോചിച്ച് വീട്ടില്ല സെറ്റപ്പ്. പശുക്കളൊക്കെ നല്ല പച്ചപ്പുള്ള പുല്ലൊക്കെ തിന്ന് അങ്ങ് സന്തോഷിക്കുക കേട്ടോ. നല്ല കിഡിലൻ. സാധാരണ നമ്മൾ കൊണ്ടുവരാറുള്ള ആ ഒരു ബ്രൗണിഷ് കളറിൽ നിന്നൊക്കെ മാറിയേ. അപ്പോൾ നമ്മൾ വേണ്ട ഒരിഗണും ക്രോസ് ചെയ്ത് പയ്യെ ഐദാഹോ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കയറാൻ പോവാ കേട്ടോ. ഐദാഹോ കഴിഞ്ഞാൽ പിന്നെ യൂത്ത. ഇതൊരു വലിയ സിമെൻറ്റ് ഫാക്ടറിയാണ്. പ്രകൃതി ഭംഗിയൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സൂപ്പർ സിമെൻറ്റ് ഫാക്ടറി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വാഷിങ്ടൺ ഓറിഗൺ യാത്രയിൽ നിന്നുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും ഈ യാത്രയുടെ അവസാനം വരെ നമ്മുടെ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത വാഷിങ്ടൺ ഓറിഗൺ വിശേഷങ്ങളെല്ലാം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതെന്തായാലും പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നല്ല കിട്ടിലും കുറേ കാഴ്ചകളാണ് ഇപ്രാവശ്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്നത്. പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും വരുന്നതായിരിക്കും. പതിവ് പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. താങ്ക് യു.